അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന Z1. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ബോഡി എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഫ്രണ്ട് ചെയ്യാനുണ്ട്, ബാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒട്ടിച്ച സാൻഡ് പേപ്പറാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. സൈഡിലത്തെ ഇതുണ്ട്, ചെറിയ ചെറിയ കാണിച്ചിട്ട് ഇങ്ങനെയുള്ള പാടുകളും ഉണ്ടോ, ഇതുപോലെ പാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനി ഇതുപോലെ ബോഡി ഫിൽറ്റർ കൂടെ വരുമ്പോൾ സെറ്റാവും. നല്ലെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികേട ഒരു നഖം കൊള്ളുമ്പോഴുണ്ട് എൻ്റെ പാട് വീഴും, ഇതിനൊക്കെ പാട് വീഴും. ഇത് ഭയങ്കര വൃത്തികേട. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെറ്റാക്കിയാണ്. അങ്ങനെ ഡിക്കികൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റാക്കി ഒരുമാതിരി ആക്കി വെച്ചേക്കുക. ഇനി അത് ഇതിനുള്ള ഓരോ ബാറ്ററി ബോക്സ് കാര്യങ്ങൾ, സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഡിക്കികൾ, പിന്നെ സ്റ്റെപ്പിനിക്കുള്ള ഡിക്കി, ഇതിന് ലഗേജ് ബോക്സ്, അങ്ങനെ ഓരോന്നായിട്ട് ഇനിയും സെറ്റ് ചെയ്യണം. പിന്നെ ഇതിന് ഇൻറ്റീരിയറൊന്നും പണിയുന്നില്ല, ഇൻറ്റീരിയർ ഇല്ലാത്ത മോട്ടർ വന്നേക്കുന്നത്. ഡോറൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് വെട്ടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കവൾ വെച്ചിട്ട് വെട്ടുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബലം കിട്ടത്തില്ല. പിന്നെ പറയാനാണെങ്കിൽ ക്യാബിനൊക്കെ ജസ്റ്റ് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് സെറ്റ് ചെയ്യണം. ഇതുവരെയൊന്നും പ്ലാനൊന്നും ആയിട്ടില്ല. ഇപ്പോൾ വേറൊരു ബസ്സിൻ്റെ ഒരു അർജൻറ്റ് വർക്കായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പണി ജസ്റ്റ് ഒന്ന് താൽക്കാലികമായിട്ടേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഇതൊക്കെ ജസ്റ്റ് സ്ട്രോങ് ആവാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതെല്ലാം വണ്ടി സ്ട്രോങ് ആയിരിക്കണം, അപ്പോൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അടിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, കവള് കാര്യങ്ങൾ. ഇനി ഇവിടെ ഒട്ടിക്കാനുണ്ട്, അത് ഒട്ടിച്ചിട്ട് വേണം ഇവിടുത്തെ ബീഡിങ്, ഇവിടുത്തെ വീലാർച്ച്. എൻ്റെ വീലും സെറ്റ് ചെയ്തിട്ടില്ല, ഇനി വീലൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു ജസ്റ്റ് സർപ്രൈസാണ്, ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം കാണിക്കാം. കണ്ടല്ലോ, അത്ര കണ്ടാൽ മതി. ഇനി ബാക്കി പണി കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നുള്ളത് ബാക്കിയൊക്കെ നമ്മൾ ഒരുമാതിരി സെറ്റ്. ഇത് ജസ്റ്റ് ഫുള്ളൊരു മെഷർമെൻറ്റ്സിൽ അല്ല, കുറേ പേരൊക്കെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ഈ ജസ്റ്റ് റെഫറൻസ് ഇമേജ് എത്രത്തോളം റെഫർ ചെയ്ത് അതിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മെഷർമെൻറ്റ്സ് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം ഈ കുത്തുകാലിൻ്റെ അളവ് എടുക്കണമെങ്കിലും മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് മെഷർമെൻറ്റ്സ് വേണം, കുറച്ചൊക്കെ വേണം. ബാക്കി ഫുള്ള് നമ്മളൊരു നിരീക്ഷണം വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതായിരിക്കും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടി. മെഷർമെൻറ്റ്സ് കൊണ്ട് അങ്ങനെ അത്രയും വലിയ കാര്യമില്ല. ഈ ബസ്സിൻ്റെ ഓരോ പാർട്സായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കോരോ പാർട്സായിട്ട് ഇറക്കാം. ഫ്രണ്ടിൽ നിന്ന് വീഡിയോ വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പാർട്ടായിട്ട് വീഡിയോ ഇറക്കാം. ഇതിൻ്റെ ഈ പാർട്ട് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഈ ഫോൺ നോക്കി ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോൺ നോക്കി ചെയ്യുമ്പം നമുക്ക് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് സെറ്റ് ചെയ്യാം.